കഴിഞ്ഞ ദിവസം കേരള സർവകലാശാലയുടെ സെനറ്റ് ഹാളിൽ ഒരു സ്വകാര്യ ചടങ്ങിൽ ഭാരതാംബയുടെ ചിത്രം വെച്ചു. യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ, കേരള യൂണിവേഴ്സിറ്റിയുടെ രജിസ്ട്രാർ അവിടെ വന്ന് വലിയ ബഹളമുണ്ടാക്കി. ഇതിവിടെ പറ്റില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പോലീസിനെ കൂട്ടി വന്ന് ആ ചിത്രം അവിടുന്ന് എടുത്തു മാറ്റാൻ പോലും ശ്രമിച്ചു. എന്താണ് രജിസ്ട്രാർക്ക് ഈ സ്വകാര്യ ചടങ്ങിൽ ഭാരതാംബയുടെ ചിത്രം വയ്ക്കുന്നതിൽ ഇത്ര എതിർപ്പ്? എനിക്കത് മനസ്സിലാകുന്നില്ല. എന്താണ് അതിൻ്റെ കാരണം? അങ്ങിത് കേട്ടതല്ലേ ഉള്ളൂ ഈ സംഭവം. ഞാൻ നേരിട്ട് കണ്ടയാളാ. ഞാൻ ആ സദസ്സിലുണ്ടായിരുന്നു. അന്ന് അവിടെ യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ ചെയ്ത പ്രവൃത്തി എന്ന് പറയുന്നത്, ലോകത്തെവിടെങ്കിലും ആണെങ്കിൽ ഗവർണർ രാജ്ഭവനിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഇദ്ദേഹത്തിൻ്റെ സസ്പെൻഷൻ ഓർഡർ എഴുതി കൈ കൊടുത്തിട്ട് വേണ്ടിയിരുന്നു വരാൻ. ആ സെനറ്റ് ഹാളിൽ നിറയെ ആളുകളിരിക്കുക. അടിയന്തരാവസ്ഥയിൽ അടികൊള്ളുകയും ത്യാഗം സഹിക്കുകയും അതുപോലെ സ്വന്തം ജീവിതം സമർപ്പിക്കുകയും ചെയ്ത ആളുകളുടെ സ്മരണയുള്ള പരിപാടിയാണ്. അതെ, അവിടെ ഇരിക്കുന്നത് മുഴുവൻ ആ സ്മരണയിൽ ആവേശം കൊള്ളുന്ന ആളുകൾ അവിടെ ഇരിക്കുന്നത്. അതൊരു സ്വകാര്യ ചടങ്ങെന്ന് പറഞ്ഞാലും ആ ചടങ്ങെന്നൊരു പൊതു ചടങ്ങാണ്. അടിയന്തരാവസ്ഥയുടെ കാലത്തെ ദുരനുഭവങ്ങളെ ഓർക്കാനും അനുഭവിച്ചവരെ ആദരിക്കാനും അതുമായിട്ട് ബന്ധപ്പെട്ട് പുസ്തകം ഇറക്കാനിരിക്കുന്ന ജനങ്ങളായിരിക്കുന്നത്. ആവേശം കൊണ്ടിരിക്കുന്ന ജനങ്ങളാണ്. ആ വേദിയിലേക്ക് രജിസ്ട്രാർ കടന്നു വന്നു. അദ്ദേഹത്തോടൊപ്പം കേരളത്തിലെ കുറച്ച് മാധ്യമ, അവരെക്കുറിച്ച് എന്താ പറയണമെന്ന് എനിക്കറിയില്ല, അവരുമുണ്ട്. ഏതെങ്കിലും ഒരു പരിപാടിക്ക്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയോ ഈവൻ കോൺഗ്രസിൻ്റെ ഒരു പരിപാടിക്ക് പോലും അവരുടെ സ്റ്റേജിലേക്ക് കടന്നു വന്നിട്ട് അങ്ങനെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് സാധിക്കുമോ? അവിടെ നിന്ന് ഒരു ഏതാണ്ട് അരമുക്കാൽ മണിക്കൂറുള്ള രജിസ്ട്രാറും ഈ മാപ്രകളുമാണ്. കേരളത്തിൻ്റെ ദൃശ്യമാധ്യമ രംഗത്തെ ആയിരിക്കും എല്ലാം ഉണ്ടാവും. മാധ്യമ പ്രവർത്തകരുടെ കൂടിയാണ് അവിടെ അട്ടിമറിക്കുള്ള ശ്രമം നടത്തിയത്. ഇതിനകത്ത് ഞാൻ ബലമായി സംശയിക്കുന്നു, ഇതൊരു നേരത്തെയുള്ള ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് അത്രയും പേര് കയറി നിൽക്കുക. അതിലേതെങ്കിലും ഒരു തലതിരിഞ്ഞവൻ ഭാരതമാതാവിൻ്റെ ആ പടം വെച്ചതിന് മേളിൽ കൈവെക്കുക, അവൻ അടിവ കൊള്ളും, അത് പിന്നെ അന്തരീക്ഷത്തെ തകർക്കും. അങ്ങനെ ഒരു കലാപ അവസ്ഥ സൃഷ്ടിച്ചെടുത്ത് ആ പരിപാടി കലക്കാൻ വേണ്ടിയാണ് ഈ രജിസ്ട്രാർ എന്ന് പറയുന്ന അർഹതയില്ലാത്ത ജോലി കിട്ടിയ ആള് കാട്ടിക്കൂട്ടിയൊന്നും പറയാതിരിക്കാൻ പറ്റില്ല. പക്ഷെ അറിയണം, അവിടെ ഇരുന്നതിനകത്ത് ഒരു മുൻ ഗവർണർ സദസ്സിലുണ്ട്, കുമ്മനം രാജശേഖരൻ. അതുപോലെയുള്ള നിരവധി ആളുകൾ മുമ്പിലിരിക്കുന്നു. പുറകിലിരിക്കുന്നതും അത്ര ഉത്തരവാദിത്വം ഇല്ലാത്തവരല്ല. അതൊക്കെ ആയതുകൊണ്ട് രജിസ്ട്രാറും ഈ പറയുന്ന മാപ്രകളും സ്റ്റേജിൽ കാട്ടിക്കൂട്ടിയ തോന്നിവാസങ്ങളുടെയൊക്കെ മുമ്പിൽ അവർ നിശബ്ദരായിട്ടിരുന്നതേ ഉള്ളൂ. പലരും ചെയ്തത് ഈ പറയുന്ന ചാനലുകളും മൊബൈലിൽ കേട്ടോണ്ട് എന്താ നടക്കുന്നത് അങ്ങനെ അറിഞ്ഞതുപോലും. മനസ്സിലായില്ലേ? ഇനി ഞാൻ പറഞ്ഞില്ലേ അർഹതയില്ലാത്ത നേടിയെന്ന്. ഈ മനുഷ്യന് ഈ രജിസ്ട്രാർ ജോലി കിട്ടിയത് പോലും അനധികൃതമാണ്. കാരണം ഡെപ്യൂട്ടേഷന് വരുന്ന ആളുകളെന്ന് പറഞ്ഞാൽ സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്ന് വേണം വരുന്നത്. അതിന് കാരണം സംസ്ഥാന സർക്കാരിന് വരാം, കേന്ദ്ര സർക്കാരിന് വരാം. കാരണം അയാൾക്കെതിരെ ഒരു അച്ചടക്കം എടുത്ത് അയാളെ പുറത്താക്കുകയും ചെയ്യണമെങ്കിൽ അതിന് അധികാരം ഗവൺമെൻറ് തന്നെ പക്ഷെ ഇദ്ദേഹം വന്നിരിക്കുന്ന ഒരു സ്വകാര്യ കോളേജ്, ദേവസ്വം ബോർഡ് കോളേജ്, എനിക്ക് തോന്നുന്നു ശാസ്താംകോട്ടയാണെന്ന് തോന്നുന്നു, അവിടുത്തെ പ്രിൻസിപ്പലായിരുന്നു. അതുകൊണ്ട് ഈ കാര്യത്തിൽ നടപടിയെടുത്ത് ഇങ്ങനെ പുറത്തു വിടണമെന്നുണ്ടെങ്കിൽ ഡെപ്യൂട്ടേഷൻ വന്ന ഏത് സ്ഥാപനത്തിൽ നിന്നാണോ ആ മാതൃസ്ഥാപനത്തിലെ അപ്പോയിൻമെൻറ്റ് അതോറിറ്റിക്കേ ഉള്ളൂ. ആ ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് അങ്ങനെ പാടില്ല എന്ന സർക്കാർ നിയമം, സർവകലാശാല നിയമം. ആ സർവകലാശാല നിയമം അട്ടിമറിച്ചുകൊണ്ട് കൃത്യത ഒരു പദവി കൊടുത്തതിൻ്റെ നന്ദിയാണ് ഈ രജിസ്ട്രാർ എന്ന് പറയുന്ന രാഷ്ട്രീയ ഭിക്ഷാന്തകി ചെയ്തതെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. അയാളവിടെ കാട്ടിക്കൂട്ടുന്ന രാഷ്ട്രീയമായിരുന്നു. അയാളവിടെ കാണിച്ചുകൊണ്ടിരുന്ന പ്രവൃത്തിക്ക് അദ്ദേഹം പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയക്കാരായിരുന്നു അത്തരം ഒരു സാഹചര്യത്തെ ഫേസ് ചെയ്തിരുന്നതെങ്കിൽ എന്താകും അന്തരീക്ഷമെന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റില്ല. അവർ രണ്ടാമതൊന്നും ചിന്തിക്കില്ല, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ രജിസ്ട്രാറുടെ പ്രവൃത്തി പൂർണ്ണമായിട്ടും ഒരിക്കലും സ്വീകാര്യമായിരുന്നില്ല. ഇനിയും അവളെ പുറത്തു നിന്ന് പിന്നെ കണ്ടതില്ല
ഷൈജു ഖാനെ പോലെയൊക്കെയുള്ള വർഗീയവാദികൾ, ജിഹാദിപക്ഷ രാഷ്ട്രീയത്തെ ഇടതുപക്ഷ രാഷ്ട്രീയമാണെന്ന് പറയുന്ന ഷൈജു ഖാനെ പോലെയുള്ള ആ രാഷ്ട്രീയക്കാർ, അവരുടെ പ്രതികരണമായിരുന്നു വളരെ എനിക്ക് ടി വിയിൽ കണ്ടപ്പോൾ, അത് ടി വിയിൽ കൂടെ കാണുന്നു. അവർ പറഞ്ഞത് ഭാരതത്തിൻ്റെ കൺസെപ്റ്റിന് വിരുദ്ധമാണ്, അംഗീകരിച്ചിരിക്കുന്ന അടയാളങ്ങളല്ല, ഭാരതമാതാവ് എന്നുള്ള സങ്കല്പം ഭരണഘടന അംഗീകരിക്കുന്ന സങ്കല്പമല്ല. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. കോടതികളിൽ, സുപ്രീം കോടതിയിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നീതി ദേവതയുടെ പടമുണ്ട്. ഈ നീതി ദേവത ആരെയാണ് പ്രതീകവൽക്കരിക്കുന്നത്? ഗ്രീക്ക് ദേവതയെ. ഇപ്പം ഗ്രീക്ക് ദേവതയെ കോടതിയിൽ വയ്ക്കുന്നതൊക്കെ ഈ കേസും കൊണ്ട് ചെന്നാൽ ആ കോടതിയിലോട്ട് പോവുകയും ചെയ്യുന്നത്. ഗ്രീക്ക് ദേവതയെ ആദരിച്ച് കോടതിയിൽ ഇരുത്തുന്നതിന് സ്വീകാര്യമാണ്. ഭാരതമാതാവ് സ്വീകാര്യമല്ല. ഭാരതമാതാവ് കണ്ട വിഷമം വരും, ബുദ്ധിമുട്ടാണ്. ഷൈജു ഖാനും കമ്മ്യൂണിസ്റ്റുകൾക്കും MA ബേബിക്കും പിണറായി വിജയനും ഒക്കെ. അതുപോലെ മറ്റേ പ്രസാദ് മന്ത്രി, ശിവൻകുട്ടി മന്ത്രി, ഇവർക്കെല്ലാം അതാണ് പ്രശ്നം. ഭാരതമാതാവ് പാടില്ല. അതിനകത്ത് ഭാരതമാതാവിനകത്തൊരു മതപരമായ യാതൊരു അടയാളങ്ങളും ഇല്ല അതിനകത്ത്. ഇനി കാവിക്കൊടിയാണെങ്കിൽ ഭാരതീയ ദേശീയതയുടെ തുടർ സങ്കല്പമാണ്, സാംസ്കാരികതയുടെ കാലങ്ങളായിട്ട് സങ്കല്പമാണ്. ഇനി എൻ്റെ അടുത്ത വളരെ പ്രധാനപ്പെട്ട ചോദ്യം, ഭരണഘടന ഭാരതമാതാവിനെ അംഗീകരിക്കുന്നില്ല എന്നാണ് ഇവരുടെ വാദം. അതുകൊണ്ട് യൂണിവേഴ്സിറ്റിയിൽ അത് പറ്റത്തില്ലെന്നാണ് പറയുന്നതെങ്കിൽ 2 ചോദ്യങ്ങളുണ്ട്. ഒന്ന്, അതിനൊരു മതചിഹ്നമായി കണ്ടുകൊണ്ട് പറയുന്നു. യൂണിവേഴ്സിറ്റികളിൽ മതചിഹ്നം പാടില്ലെന്നാണ് ഇദ്ദേഹം പറയുന്നത്. 1-2 വർഷം മുമ്പ് ഒരു ക്രിസ്മസ് ഈവിന് അവിടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അന്ന് അവിടെ യൂണിവേഴ്സിറ്റികൾ വെച്ചിരുന്നത് സെക്കുലർ ഇമേജ് വല്ലതും ആയിരുന്നു? അല്ലല്ലോ. ക്രിസ്ത്യാനികൾ അംഗീകരിക്കുന്ന, ക്രിസ്ത്യൻ മതസമൂഹം അംഗീകരിക്കുന്ന അവരുടെ പ്രതീകങ്ങൾ, കുരിശും മറ്റു കാര്യങ്ങളുമാണ് അവിടെ വെച്ചിരുന്നത്. അത് യൂണിവേഴ്സിറ്റികളിലായിരുന്നില്ലേ? അവർ ശരിയാണ് ചെയ്തത്. അവർ വാടകയ്ക്ക് കൊടുത്ത ഹോളിൽ അവരുടെ പ്രോഗ്രാം നടക്കുമ്പം അവർക്ക് വേണ്ടത് വെച്ചു എന്ന് പറയുന്നത് പോലെ ശ്രീപത്മനാഭ സേവാ സമിതി ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കാൻ വേണ്ടി 65,000 രൂപ വാടകയും കൊടുത്ത് സെനറ്റ് ഹോൾ എടുത്തപ്പം അവിടെ നിലവിളക്ക് വെക്കണോ, കുരിശുവിളക്ക് വെക്കണോ, ചന്ദ്രക്കല വെക്കണമോ, ഏതെങ്കിലും പടം വെക്കണമെന്ന് അവർ തീരുമാനിക്കും. അപ്പോൾ അങ്ങനെ പറയുമ്പോഴും അവിടെ ഭാരതമാതാവിൻ്റെ പടം വന്നതിനെ വിമർശിക്കുന്നതിനകത്ത് അതിനെ എതിർക്കുന്നതിന് കാര്യമില്ല. ഞാൻ അടുത്ത ചോദ്യം ചോദിക്കാൻ പോകുന്നത്, ഭാരതമാതാവ് ഭരണഘടന അംഗീകരിക്കാത്ത സങ്കല്പമാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു ചോദ്യമുണ്ട്, മഹാത്മാഗാന്ധിയെ രാഷ്ട്രപിതാവായിട്ട് ഭരണഘടന അംഗീകരിച്ചിട്ടുണ്ടോ? ഭരണഘടന അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. ഇല്ല. അതുകൊണ്ട് ഇവർ രാഷ്ട്രപിതാവിനെ അംഗീകരിക്കരുതെന്ന് പറയുമോ? രാഷ്ട്രപിതാവിനെ പടം വെക്കരുതെന്ന് പറയുമോ? ഭരണഘടന അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ട് മഹാത്മാഗാന്ധിയുടെ പടം എങ്ങനെ വെക്കാൻ പാടില്ലെന്ന് ഇവർ പറയുമോ? പറയില്ലല്ലോ, പറയാൻ പറ്റില്ലല്ലോ. അവിടെ എനിക്ക് വേറെ അഭിപ്രായങ്ങളുണ്ട്. ആ രാഷ്ട്രപിതാവായിട്ട് മഹാത്മാഗാന്ധിയെ കണക്കാക്കുന്ന സങ്കല്പത്തോട് യോജിക്കാത്തൊരു വ്യക്തിയാണ് ഞാൻ. അത് ഗാന്ധിജിയോട് എന്തെങ്കിലും പരാതി ഉണ്ടായിട്ടല്ല. എല്ലാവരും ഭാരതത്തെ മാതാവായി കാണുമ്പം ഗാന്ധിജിയെ ഭാരതത്തിൻ്റെ ഉത്തമ പുത്രൻ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ, ഒന്നുകൂടെ ശരിയായി പറഞ്ഞാൽ ഭാരതത്തിലെ ഉത്തമ പുത്രന്മാരിൽ ഒരാളെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അതായിരുന്നു കൂടുതൽ സ്വീകാര്യം. അല്ലാതെ ആ രാഷ്ട്രപിതാവായിട്ട് കരുതുന്നതിനെ പോലും യോജിക്കാത്ത വ്യക്തിയാണ് ഞാൻ. എങ്കിലും എൻ്റെ ചോദ്യം അതല്ല. ഭരണഘടനയിൽ രാഷ്ട്രപതിയെ, മഹാത്മജിയെ രാഷ്ട്രപിതാവായിട്ട് പറഞ്ഞിട്ടില്ല. അപ്പം പിന്നെ എങ്ങനെയാണ് അദ്ദേഹത്തിന് ആ ഒരു ലേബൽ കൊടുക്കുന്നതിനെയോ ഗാന്ധിയുടെ പടം വെക്കുന്നതിനെയോ ഇവർക്ക് എതിർക്കാൻ ഇവരും തുനിയാതിരിക്കുന്നത്? ഇവിടെ പ്രശ്നം അതൊന്നുമല്ല. ഇനി മതമാണ് വിഷയമെങ്കിൽ ഗവർണറുടെ ആ രാജ്ഭവനിൽ ഈ പടം വെച്ചപ്പോൾ എതിർത്തൊരു മന്ത്രിയുണ്ടല്ലോ, മതനിരപേക്ഷ മന്ത്രി പ്രസാദ്. 30 വർഷമായിട്ട് ഞാൻ ഹജ്ജിൻ്റെ നോയമ്പ് നോക്കുന്നെന്ന് പറഞ്ഞ റംസാൻ നോയമ്പ് നോക്കുന്നെന്ന് പറഞ്ഞ വ്യക്തിയാണ് ഇദ്ദേഹം. അതും പരസ്യമായി എല്ലാവരെയും അറിയിച്ചുകൊണ്ട്. എന്നിട്ട് കോട്ടയത്ത് മണ്ണർകാട് ഒരു പള്ളിയുണ്ട്, ക്രിസ്ത്യൻ പള്ളിയാണ്. അവർക്കൊരു 8 നോയമ്പുണ്ട് എല്ലാ വർഷവും. ആ നോയമ്പ് പ്രസാദ് നോക്കുന്ന ആരും കണ്ട് അറിഞ്ഞിട്ടില്ല. നവരാത്രിക്ക് ദേവീ പൂജ ഹിന്ദുക്കൾ നടത്താറുണ്ട്, അന്നും നോയമ്പ് നോക്കാറുണ്ട്. ആ പൂജയും ഇദ്ദേഹം നോക്കുന്നതായിട്ട് അറിയുന്നില്ല. ഏകാദശി നോക്കിയതായിട്ടും പത്രത്തിലൊന്നും വായിച്ചിട്ടില്ല. ശബരിമലയ്ക്ക് പോകുന്നതിന് നോയമ്പ് നോറ്റിട്ടില്ല.
അപ്പം ആരുടെയെങ്കിലുമൊക്കെ നോയമ്പ് നോക്കുന്നത് രാഷ്ട്രീയമായിട്ട് നേട്ടമുണ്ടാക്കുന്ന വാർത്താ പ്രാധാന്യമുള്ള കാര്യമാണെന്ന് കണ്ടു കഴിയുമ്പം അതിന് അനുകൂലമായി നിൽക്കുക. അതുപോലെ പാലസ്തീൻ വിഷയത്തിൽ അതിനോട് യോജിക്കുന്ന അവരിടുന്ന പ്രത്യേക എന്തൊരു രസമുണ്ടല്ലോ, പിണറായിയും ഇവരെല്ലാം ഇട്ടുകൊടുത്തിട്ട് ഒരു തൂവാല പോലെ സാധനം അതിട്ട് നിൽക്കാം, അവിടെയും കുഴപ്പമില്ല. കഫിയ, ഞാൻ പേര് മറന്നു, സോറി. അതൊക്കെ ആവാം, പക്ഷേ ഇത് പറ്റില്ല. ഹിന്ദുവായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിനകത്ത് വരുമ്പോൾ ഇതിനകത്ത് ഹിന്ദുവിൻ്റെ കാര്യമൊന്നുമില്ല. ഒരു കാര്യം ഓർക്കണം, രാഷ്ട്രീയ സ്വയം സേവക സംഘം അതിൻ്റെ സംവിധാനങ്ങളിൽ പോലും ഭാരതമാതാവ് എന്ന് പറയുമ്പം അതിനെ ഒരു ഹിന്ദു ദേവതയായിട്ടല്ല കാണുന്നത്. ഭാരതമാതാവിനെ കാണുന്നത് ഹിന്ദു ദേവത എന്ന് പറയുന്ന ഹിന്ദു മത ദേവതയായിട്ടല്ല, ഹിന്ദു സംസ്കൃതിയുടെ അംഗീകരിക്കുന്ന ദേവതയായിട്ടാണ് കാണുന്നത്. അതിൻ്റെ വിവേകാനന്ദൻ പോലും പറഞ്ഞത് കഴിഞ്ഞ നൂറ്റാണ്ടിൽ, അതായത് 20-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം പറഞ്ഞത്, നിങ്ങൾ വരുന്ന 50 വർഷങ്ങളിലേക്ക് മറ്റെല്ലാ ദേവതമാരെയും മാറ്റി നിർത്തിയിട്ട് ഭാരതാംബയെ നിങ്ങളുടെ പൂജാമുറിയിലെ പൂജാവിഗ്രഹമായി കണക്കാക്കിക്കൊണ്ട് ഹൃദയത്തിൽ സമർപ്പിച്ചുകൊണ്ട് അമ്മയുടെ മോചനത്തിന് വേണ്ടി പരിശ്രമിക്കാനല്ലേ അന്ന് അദ്ദേഹം പറഞ്ഞത്. അതിനേക്കാട്ടി കൂടുതലമായ സങ്കല്പം എന്താ വേണ്ടത്? അതുപോലെ വന്ദേ മാതരം ഒന്നും വേണ്ട. ഇദ്ദേഹത്തിൻ്റെ ഈ രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ സഹോദരനല്ലേ 905 വിഭജനത്തെ സന്ദർഭത്തിൽ കാവ്യ വസ്ത്രമണിഞ്ഞ ആ ദേവീ സങ്കല്പം, ഭാരതമാതാവിൻ്റെ സങ്കല്പം തന്നത് തന്നെ. അതൊന്നും മതസങ്കല്പമല്ല. മതത്തിൻ്റെ പേരിൽ ഇതൊരു സങ്കല്പമാക്കി പറയുന്നതും വിവാദം സൃഷ്ടിക്കുന്നതും ഷിജു ഖാനോ എ റഹീമോ ചെയ്യുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം അവരവരുടെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി, അവർ വർഗീയതര രാഷ്ട്രീയം, എ റഹീമോ ഷിജു ഖാനോ ഷംസീറോ ഒക്കെ പറയുന്നത് അങ്ങനെ, മറ്റുള്ളവർ പറയുന്നത് വർഗീയ പ്രീണനത്തിൻ്റെ രാഷ്ട്രീയവും. ഈ തരത്തിൽ സമൂഹം ചിന്തിക്കാൻ തുടങ്ങി. ഹിന്ദുവിരുദ്ധ വർഗീയതയ്ക്ക് കൃത്യമായ പ്രതിരോധം തീർത്തെങ്കിൽ മാത്രമേ ഇതുപോലുള്ള രാഷ്ട്രീയ വകതിരിവില്ലായ്മയ്ക്ക് അർഹിക്കുന്ന മറുപടിയാവൂ എന്നതാണ് എൻ്റെ പക്ഷം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.